കഥ കലണ്ടർ. രചന അവതരണം റംല എം ഇക്ബാൽ. കലണ്ടർ. ഒരു 4 വർഷം മുൻപ് വരെ കലണ്ടർ ഞങ്ങളുടെ വീട്ടിൽ വളരെ പ്രാധാന്യം പുലർത്തിയിരുന്ന ഒന്നായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ ആവുമ്പോഴേക്കും പുതിയ കലണ്ടർ വാങ്ങി ചുമരിൽ തൂക്കണമെന്ന നിർബന്ധം ഉമ്മാമയ്ക്കായിരുന്നു. അവധി ദിനങ്ങൾ, മക്കളുടെയും പേരക്കുട്ടികളുടെയും പിറന്നാൾ, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയ അവസാന ദിവസം, ലാബിൽ പോയി രക്തം ചെക്ക് ചെയ്ത ദിവസം, പുതിയ സിലിണ്ടർ ഉപയോഗം തുടങ്ങിയ തീയതി, പാല് മുതൽ പത്രം വരെയുള്ളതിൻ്റെ കണക്കുകൾ, നൂലോട് കൂടിയ സൂചി കുത്തിവെക്കൽ തുടങ്ങി ഒരുവിധം എല്ലാ വിവരങ്ങളും ഉമ്മാമ സൂക്ഷിക്കുന്നത് ഈ കലണ്ടറിൻ്റെ പേജിലായിരുന്നു. ഉമ്മാമ പോയിട്ട് ഇപ്പോൾ 5 വർഷമായെങ്കിലും അവരുടെ കലണ്ടറിനോടുള്ള പ്രതിപത്തിയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഒരു കലണ്ടർ വാങ്ങി സ്ഥിരം അതിൻ്റെ സ്ഥാനത്ത് തൂക്കുക എന്നത് ഞാനും തുടർന്നു വന്നു. പക്ഷേ ആ വർഷം ജനുവരി കഴിഞ്ഞ് ഡിസംബർ ആയാലും ആ കലണ്ടർ ജനുവരിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ ആ കലണ്ടർ ഉപയോഗിക്കാറില്ലെന്ന്. സ്മാർട്ട് ഫോണിൽ എല്ലാ വിവരവും ലഭിക്കുന്ന ഇക്കാലത്ത് കലണ്ടറിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. കഴിഞ്ഞ ഡിസംബറിലും ഒരു കലണ്ടർ വാങ്ങിവെച്ചു. കൂടാതെ ഒരു ബാങ്കിലെയും ഒരു യത്തീംഖാനയിലെയും കലണ്ടറുകൾ വീണ്ടും വീട്ടിൽ എത്തി. ബാങ്ക് ഡയറക്ടർ സ്നേഹോപഹാരമായി തന്ന ബാങ്കിലെ ഒരു കലണ്ടർ, പിന്നെ കലണ്ടർ വിൽക്കാൻ വന്ന അനാഥ മന്ദിരത്തിലെ നിഷ്കളങ്കരായ കുഞ്ഞുമക്കളിൽ നിന്ന് പൈസ കൊടുത്തു വാങ്ങിയ ഒരു കലണ്ടറും, അങ്ങനെ 3 എണ്ണവും കൂടെ ഒന്നിച്ചു തൂക്കി. എങ്കിലും 2 എണ്ണം മാർക്ക് കൊടുത്ത് ഒഴിവാക്കണം എന്നൊരു ചിന്ത എന്നെ അലട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് ഫോണിൽ വിളിച്ചു പറയുന്നത്, ഒരു കലണ്ടർ കിട്ടിയാൽ തരണേ എന്ന്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ കയ്യിൽ നിന്നും ഒരു കലണ്ടർ ഒഴിവായി കിട്ടുമല്ലോ. ആ സുഹൃത്ത് എൻ്റെ സ്കൂൾമേറ്റും 6 വർഷത്തോളമായി ഒരു കിടപ്പ് രോഗിയുമാണ്. മാസ്റ്റർ ഡിഗ്രി വരെ എത്തിയ അവൾക്ക് എപ്പോഴും കൂട്ട് പുസ്തകങ്ങളാണ്. പകൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള ആ നിശബ്ദത ഇല്ലാതാക്കുന്നത് വനിതാ ലൈബ്രറിയനായി ഞാൻ നൽകുന്ന പുസ്തകങ്ങളാണ്. പഠനകാലത്ത് അത്യാവശ്യം നന്നായി പഠിക്കുകയും വായിക്കുകയും ചെയ്തിരുന്ന അവളുടെ ആ വായനാശീലം വീണ്ടും എന്നിലൂടെ പുനർജനിച്ചു എന്ന് പറയാം. പുസ്തക വിതരണത്തിനായി പോകുന്ന സമയത്തൊക്കെ അല്പനേരം ഇരുന്ന് സംസാരിക്കാനും പഴയ കാലം ഓർത്ത് സന്തോഷം പങ്കിടാനും ഞങ്ങൾ മടിക്കാറില്ല. പുസ്തക വിതരണവും ബാങ്കിലെ കലണ്ടർ കൊടുക്കലും ഒന്നിച്ചാകാമെന്ന് വിചാരിച്ച് ആ ഒറ്റമുറി വീട്ടിലെ ഇടുങ്ങിയ ചായ്പിൽ കിടക്കുന്ന അവളുടെ അടുത്ത് ഞാൻ ഇരുന്നു. പുസ്തകം കൊടുക്കലും വായന കഴിഞ്ഞത് തിരിച്ചു വാങ്ങലും കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, നിനക്കെന്തിനാണ് കലണ്ടർ എന്നായിരുന്നു. അതിനുള്ള മറുപടി എന്നെ വല്ലാതെ അലട്ടി. 6 വർഷത്തോളമായി ഒരേ കിടപ്പ് കിടക്കുന്ന എനിക്ക് ആ കലണ്ടർ മറിയുമ്പോഴാണ് മാസങ്ങളും വർഷങ്ങളും പോകുന്നതായി വിശ്വാസം വരുന്നത്. ഓരോ തീയതിയും കഴിയുമ്പോൾ ഇന്ന് കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസം. ഓരോ മാസവും കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഇത്രയും കാലം ഞാനും ഈ ലോകത്തോടൊപ്പം സഞ്ചരിച്ചു എന്ന അത്ഭുതം. പിന്നെ ഉള്ളത് നീ തരുന്ന പുസ്തകങ്ങൾ നൽകുന്ന സന്തോഷം. വേറെ എന്താണടോ എൻ്റെ ലോകം. 5 വർഷമായി എന്നോടൊപ്പം കഴിയുന്ന യൂറിൻ ട്യൂബ് മാറിയെങ്കിൽ, വീടിൻ്റെ മുൻവശത്തൊക്കെ ഒന്ന് വന്നിരുന്ന് ആകാശം കാണാൻ കഴിഞ്ഞുവെങ്കിൽ, അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട എൻ്റെ മകൾക്ക് എന്നെ പരിചരിക്കുന്നതിൽ നിന്നും അല്പം ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ, എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ഈ കലണ്ടർ നോക്കി ഞാൻ ഓരോ ദിവസവും മനസ്സിൽ കുറിച്ചിടും. അവളുടെ കണ്ണുകൾ പതിവ് പോലെ ഈറനാകുന്നു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ഈ ദിനവും കഴിഞ്ഞു പോകും പെണ്ണേ എന്ന് തമാശ രൂപേണ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തൂക്കിയ ആ കലണ്ടർ എന്നെ നോക്കി പറയുന്ന പോലെ, പൊയ്ക്കോളൂ, ഞാൻ ഇനിയും ആശ്വാസം കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെയുള്ള ചിലരിലാണ് ഞാനും ആശ്വാസം കണ്ടെത്തുന്നത്. ഞങ്ങൾ പരസ്പരം വിശേഷങ്ങളും ഓർമ്മകളും പങ്കിട്ട് നല്ലൊരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞോളാമെന്നൊക്കെ. വായന കഴിഞ്ഞാൽ അറിയിക്കാൻ പറഞ്ഞ് ഞാൻ ആ പടി ഇറങ്ങി. ഇങ്ങനെ ഒറ്റപ്പെടുന്നവരുടെ ആശ്വാസമായി മാറുന്ന കലണ്ടറിനെ ഞാനും അപ്പോൾ മുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. കഥ കലണ്ടർ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.